പിങ്ക് ജോബ് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം. അപ്പോ ആഹ്, ഒരു സെക്കൻഡേ. ഏ, സംഭവം നെറ്റ് ചെറിയ പ്രശ്നമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. പറയണേ. ഇത് ഇതാവുമ്പോ ബ്രേക്ക് ആവുന്നായി പറയണേ. അപ്പോ നമ്മുടെ പിങ്ക് ജോബിന്റെ 34-ാമത്തെ സെഷനാണ് ഇന്ന്. വളരെ സന്തോഷകരമായിട്ട് ഞാൻ ഒരിക്കൽ കൂടി നമ്മുടെ പിങ്ക് ജോബിനെ ഞാൻ പരിചയപ്പെടുത്താം. പിങ്ക് ജോബ് എന്ന് പറയുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സിനോർ എന്ന കമ്പനിയുടെ ഒരു പ്രമുഖ ബ്രാൻഡായ ഫെയർവിങ്സ് നടപ്പാക്കുന്ന ഒരു സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് പിങ്ക് ജോബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ നിരവധി സ്ത്രീകള് അവരൊരു ബിസിനസ് പരമായിട്ട് വരികയും അതോടൊപ്പം ഇതിലെ ക്ലാസ്സുകളും മറ്റുമൊക്കെ അവരെ വേറൊരു ലെവലാക്കി മാറ്റുകയാണ്. അതായത് ശരിക്കും പറഞ്ഞാല് അവര് ശാക്തീകരിക്കപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ബെല്ലിനെ അടിക്കണ്ട. മിസ് കോൾ അടിക്കേണ്ട സമയം കയറുന്നവർ കയറിക്കോട്ടെ. ആരോ മിസ് കോൾ അടിച്ചു. ഓക്കെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്ത്രീകള് ശാക്തീകരിക്കപ്പെടുന്നുണ്ടോ എന്ന് വെച്ചാൽ എല്ലാവരും വിചാരിക്കും കുറെ ക്യാഷ് കിട്ടിയാൽ നമുക്ക് ഹാപ്പി ഉണ്ടാവും, നമുക്ക് സന്തോഷിക്കാമെന്ന്. പക്ഷെ അതിനപ്പുറത്തേക്ക് വേറെ പലതുണ്ട്. എന്നാൽ ക്യാഷ് കിട്ടിയിട്ട് സന്തോഷിക്കുന്നവരുണ്ടോ? പലരുടെയും സന്തോഷം എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ്. അതായത് കുറെ ആൾക്കാർ കുറെ ക്യാഷ് ഉണ്ടാക്കുന്നു. അവര് വലിയ വീട്, കാറ്, അങ്ങനെ സന്തോഷം കണ്ടെത്തുന്നു. അവരുടെ ഫാമിലിയിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്നു. എന്നാൽ ചില ആൾക്കാര് ഈ ക്യാഷ് കൊടുത്തിട്ട് എന്താണ് മറ്റുള്ളവർക്ക് ആഹാരം, പാവപ്പെട്ട ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്നു, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുന്നു, അങ്ങനെ ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്. അപ്പോ പല രീതിയിലാണ് ആൾക്കാര്, പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആൾക്കാർ സന്തോഷം കണ്ടെത്തുന്നത്. അപ്പൊ പണം ആണോ സന്തോഷത്തിന്റെ ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതല്ല എന്ന് പറയേണ്ടി വരും, അല്ലേ? വേദനിക്കുന്ന പണക്കാർ എത്രയോ ആൾക്കാരുണ്ട്, അല്ലേ? എന്നാല് പണം ഇല്ലാത്തതിന്റെ പേരിൽ ഡിപ്രഷൻ അടിച്ച് ജീവിക്കണവരുമുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. അപ്പോ നമുക്കിവിടെ ഈ ഒരു പിങ്ക് ജോബിന്റെ ഭാഗമായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ലേഡീസിന് ഇതിനോടകം കൊടുത്തു കഴിഞ്ഞു. പിന്നെ പുറത്തേക്കുള്ള ഈ പിങ്ക് അവയർനെസ് സെഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഈ ക്ലാസ് എല്ലാ ചൊവ്വാഴ്ചകളിലും 2 മണിക്കാണ്. അപ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ക്ലാസ് സ്കിപ്പ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും കാണും. അപ്പോൾ ഒരുപാട് ട്രെയിനേഴ്സ് ഇതിനകത്തേക്ക് ക്ലാസ് എടുത്തു. ട്രെയിനേഴ്സ് ആയാലും ഡോക്ടേഴ്സ് ആയാലും ഒക്കെ നമുക്ക് ക്ലാസ്സുകൾ എടുക്കാൻ പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ വന്ന് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം വളരെ സക്സസ്ഫുൾ ആയി തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുകയും ആ ക്ലാസ്സുകളെല്ലാം നമ്മുടെ അതിൽ ഓൾമോസ്റ്റ് ക്ലാസ്സുകളും നമുക്ക് റെക്കോർഡ് അവൈലബിൾ ആയിരുന്നു. അതെല്ലാം നമ്മൾ എന്തിലേക്ക് ആക്കിയിട്ടുണ്ട്, നമ്മുടെ പിങ്ക് ജോബിന്റെ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് നിങ്ങൾ പിങ്ക് ജോബ് എന്ന് അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് വരും. അതിൽ കയറിയാൽ നിങ്ങൾക്ക് അതിന്റെ ക്ലാസ്സുകളൊക്കെ കാണാം. ഡോക്ടേഴ്സിന്റെ ക്ലാസ്സുകളുണ്ട്, വലിയ വലിയ ട്രെയിനേഴ്സിന്റെ ക്ലാസ്സുകളുണ്ട്. അതൊക്കെ കയറി കാണുക. നിങ്ങളുടെ കമന്റുകൾ. നമുക്ക് ക്ലാസ്സുകൾ എടുക്കുന്നത്, സെയിൽസ് ട്രെയിനിങ് തരുന്നത് നമ്മുടെ വിംബിൾ അക്കാഡമി ഫൗണ്ടർ ഫൈസൽ CSR ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇവരെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് നിരന്തരം ക്ലാസ്സുകൾ കൊടുക്കുന്ന കോർഡിനേറ്റർ ആയിട്ട് ഇവിടെ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പിന്നെ നമ്മുടെ നബില മാം ആണ് നമ്മുടെ ഇവിടുത്തെ ഡയറക്ടർ. അതുപോലെ ഇതിനകത്ത് ലേഡീസ് ഒരുപാട് സ്ത്രീകളുണ്ട്. ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ സമീഹ മാം, അതുപോലെ പാലക്കാട് നിന്ന് സലീന മാം, പിന്നെ അതുപോലെ ഷഹനാസ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേരുണ്ട്. അസ്മ, പിന്നെ ഒരുപാട് ആളുകളുണ്ട്. സുനിത മാം. ഒരു പേരുകൾ പറഞ്ഞു പോയാൽ ചിലപ്പോൾ വിട്ടുപോകും. എല്ലാവരും സ്പെഷ്യലാണ്, എല്ലാവരും യുണീക്കാണ്. ചിലപ്പോൾ ഒരുപാട് പേര് പറയുമ്പോൾ നമുക്ക് ചിലതൊക്കെ അങ്ങ് വിട്ടുപോകുമല്ലോ. അപ്പോൾ ഇവരൊക്കെ ഇതിനകത്ത് ലീഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യണം. ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുത്ത് സാധാരണ വീട്ടമ്മമാരായിരുന്നു. അവരെല്ലാം വീടിനകത്ത് മക്കളെയൊക്കെ നോക്കി ഒതുങ്ങി കഴിഞ്ഞിരുന്ന സ്ത്രീകളാണ്. പക്ഷെ അവരുടെ ആ ഒരു പവർഫുൾ ഇതിനകത്ത് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവര് ശരിക്കും
പുറത്തേക്ക് വന്നത് ശരിക്കും ഇതിലേക്ക് വന്നതിന് ശേഷമാണ്. അവർ ഒരു സമൂഹത്തിന്റെ മുന്നിൽ സംസാരിക്കാനായാലും എന്തെങ്കിലും ഒരു ക്ലാസ്സുകൾ കേട്ടാലും ഫീഡ്ബാക്ക് പറയാൻ, ശരിക്കുള്ള ഫീഡ്ബാക്ക് പറയാൻ തുടങ്ങിയത് ഇവര് ഞാൻ തന്നെ ശരിക്കും ആ ഒരു നല്ലൊരു ഫീഡ്ബാക്ക് കേൾക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. കാരണം ഒരു ക്ലാസ് നല്ലതായിരുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവർക്ക് അതിൽ നിന്ന് എന്തൊക്കെ മനസ്സിലായി, ആ വന്ന ആൾ എന്തൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ കോണ്ടന്റ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവര് ഒരു ഫീഡ്ബാക്ക് പോലും പറയുന്നത്. അത്ര നല്ല ഫീഡ്ബാക്ക് പറയാൻ വരെ നമ്മുടെ ഈ ലേഡീസ് പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ശാക്തീകരണത്തിന്റെ പാതയിലേക്ക് അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ 2024 കഴിഞ്ഞു, തീർന്നു. ഇനി ആകെ 3-4 ദിവസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ 2025 തുടങ്ങുന്നതിന്റെ ഫസ്റ്റ് ഡേ മുതലായിരിക്കും ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നത്, ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്യാൻ ഒരുങ്ങുന്നത്. ആ ദിവസം തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നടത്തി അന്ന് തന്നെ അത് പൊളിഞ്ഞു പോകും. അപ്പൊ അതിന് മുന്നേ തന്നെ ഗോൾ സെറ്റ് ചെയ്തായിരിക്കും കുറെ കൂടി ബെറ്റർ. അപ്പൊ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഗോൾ സെറ്റിംഗ്സിനെ കുറിച്ച് ക്ലാസ് എടുത്തു, കുറെ കൂടി ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുംതാസ് മാം ഇവിടെ വന്നിട്ടുണ്ട്. മുംതാസ് മാമിനെ ഞാൻ ഇനി പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. നമ്മളെയൊക്കെ പോലെ സാധാരണ ഒരു വീട്ടമ്മയിൽ നിന്നും അവരുടെ അവസരങ്ങൾ തേടി ഇറങ്ങി അവർ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയവരാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇനി എടുത്തു പറഞ്ഞ് കൊളാക്കുന്നില്ല. മുംതാസ് മാമിന്റെ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ഒരു ക്ലാസ് നമുക്ക് എടുത്തതാണ്, പെട്ടെന്ന് വന്നിട്ട് ഒരു പ്രിപ്പറേഷൻ പോലും ഇല്ലാതെ ഒരു ദിവസം വന്ന് ക്ലാസ് എടുത്തു പോയ ഒരാളാണ്. അപ്പൊ സാധാരണ വീട്ടമ്മ എന്നതിനപ്പുറത്തേക്ക് അവരൊക്കെ ഒരു മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുക, ആ ഒരു രംഗത്തേക്കൊക്കെ വരിക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ മുംതാസ് മാമിനെ ഞാൻ പിങ്ക് ജോബിന്റെ പേരിൽ അതുപോലെ നിങ്ങൾ ഓരോരുത്തരുടെ പേരിൽ ഞാൻ ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. നല്ലൊരു ടോപ്പിക്കാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. മാക്സിമം കഴിയുന്ന പോയിന്റുകളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. മാം പ്ലീസ് വെൽക്കം. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കുന്നുണ്ടോ? ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കുന്നുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് 34ാമത്തെ സെഷനാണ്. പിങ്ക് ജോബ് എന്ന് പറയുമ്പോഴേക്കന്നെ എനിക്ക് പ്രത്യേക ഒരു സന്തോഷം. എല്ലാ ക്ലാസ്സിനെ പോലെ അല്ല. കാരണം ഞാൻ സെൽഫ് ലവ് എന്ന ടോപ്പിക്കിലൂടെ എടുത്തു ചാടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ സെൽഫ് ലവിനെ കുറിച്ച് പറയാതെ തന്നെ എനിക്ക് പിങ്ക് ജോബിനെ സത്യത്തിൽ സെൽഫ് ലവിനെ എവിടെ വെച്ച് കേൾക്കുമ്പോൾ സമയത്ത് എനിക്ക് ഓർമ്മ വരും സെൽഫ് ലവ്. അതിന് മാത്രം പിങ്ക് ജോബായിട്ട് ഞാനായിട്ട് ബന്ധമുണ്ട്. കാരണം അത്രമാത്രം ഒരു സ്ത്രീകളെ ശക്തിപ്പെടുത്തുക എന്നതാണ് സത്യത്തിൽ എന്റെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ എത്തിയത്. അപ്പൊ നമ്മൾ എത്രമാത്രം ശക്തിപ്പെടണം, അത് ശക്തിപ്പെട്ടാൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്, എല്ലാം പിങ്ക് ജോബ് എന്ന് വളരെ വ്യക്തമാക്കിക്കൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. കാരണം ഇവിടെ ഈ സമയത്ത് നമുക്ക് ഒരുപാട് തിരക്കുകൾ മാറ്റി വെച്ച് ഗോൾ ഇല്ലാത്തവരാരും ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല എന്ന് തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ട്. ആ ലക്ഷ്യത്തിലാണ് ഈ 2 മണി സമയത്ത് എത്തിയതല്ലേ. നമുക്കറിയാം നമ്മളൊരു വീട്ടമ്മമാരാകുമ്പോ എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്നല്ലേ. അപ്പൊ അതിന് മാത്രം നമുക്ക് ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇവിടെ എത്തിയത്. വളരെയേറെ സന്തോഷം അറിയിക്കുന്നു എല്ലാവരോടും. കാരണം ഒരുപാട് ഇപ്പൊ വെക്കേഷനും കൂടി ആകുമ്പോൾ മക്കളെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. അതെല്ലാം മാറ്റി വെച്ച് നമ്മൾ സെൽഫിലുള്ളവർ തന്നെയാണ്. കാരണം നമുക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത്. എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ എന്റെ ടോപ്പിക്, എന്റെ പേര് മുംതാസ് എന്നാണ് എല്ലാവർക്കും അറിയാലോ. ഞാൻ കൊണ്ടോട്ടിയാണ്, മലപ്പുറം ജില്ലയിൽ. ഗ്രാറ്റിറ്റ്യൂഡാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്ക് ജീവിതത്തിലായിട്ട് ആദ്യം വേണ്ടത് ലക്ഷ്യം വേണം. പക്ഷെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കാറുണ്ട്. സോ നമ്മള് ഒരു വിത്ത് നടുന്ന സമയത്ത് അല്ലെ, നമ്മൾ എന്തെങ്കിലും ഒരു വിത്ത് നടുന്ന സമയത്ത് പെട്ടെന്ന് വിത്ത് നടല്ലല്ലോ നമ്മൾ ചെയ്യല. അവിടെ എല്ലാം ക്ലീൻ ആക്കി കളകളെല്ലാം പറിക്കും അല്ലെ. അതിനുശേഷമാണ് നമ്മൾ വിളകളും വിത്തുകളും അവിടെ നടുന്നത്. അപ്പോഴാണ് അത് ശക്തിയായി വളരുന്നത് അല്ലെ. കാരണം കളകൾ അതിന്റെ അടുത്തുണ്ടാവുന്നത് തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാകില്ല അല്ലെ. വളരാനുള്ള ഒരുപാട് സാധ്യതകൾ കുറവാണ്, പെട്ടെന്ന് വളർച്ച കിട്ടില്ല. എന്നതുപോലെ നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കണം. അത് ആദ്യം വേണ്ടത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലെ. ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം തന്നെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ എത്ര വലിയ ജോലി ഉണ്ടായിട്ടും വലിയ സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാത്തവർക്ക് ഒരിക്കലും സമാധാനം എന്താണെന്നോ ജീവിതം എന്താണെന്നോ എന്താണ് ലക്ഷ്യമെന്നും അവർക്കറിയില്ല. സർട്ടിഫിക്കറ്റ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയല്ലേ. തീർച്ചയായിട്ടും നമുക്ക് എന്താണ് അനുഗ്രഹം തന്നിട്ടുള്ളത് അതിന് നമ്മൾ നന്ദി പറയുന്ന അവസരത്തിൽ നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മൾ ഈ സമയത്തിലെ ഈ നിമിഷത്തിൽ ഇവിടെ ജീവിച്ചിരിക്കുക എന്നതാണ് നമ്മൾ ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക്. അപ്പൊ അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക.
ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഇല്ലാത്ത അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടും അല്ലെ. അത് നമുക്ക് എപ്പോഴുള്ള പരാതി എന്താണ്, നമുക്ക് കഴിഞ്ഞതിനെ കുറിച്ചാണ് നമ്മുടെ ചിന്ത, അതുപോലെ വരാനുള്ളതിനെ കുറിച്ച്. പക്ഷെ ഈ ശ്വാസം ഈ നിമിഷത്തിൽ ഇവിടെ നിന്നാൽ നമ്മുടെ എല്ലാം കഴിഞ്ഞു, പിന്നെ എന്തിനു നമ്മൾ വേവലാതിപ്പെടണം അല്ലെ. അപ്പൊ നമ്മൾ ഈ ദിവസത്തിൽ നമ്മൾ സന്തോഷിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിൽ നമ്മൾ ഏറ്റവും വലിയ സന്തോഷം. അതിന് ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് അടുത്തതാണ് നമുക്ക് സെൽഫ് കോൺഫിഡൻറ്. സെൽഫ് കോൺഫിഡൻറ് ഉള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും എല്ലാ സ്കില്ലും നമുക്ക് ഉണ്ടായിട്ട് കാര്യമില്ല. സെൽഫ് കോൺഫിഡൻറ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേണം. ഈ സമയത്താണ് നമുക്ക് സംസാരിക്കാൻ കഴിയുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വീട്ടിലിരിക്കുകയാണ്, ഞാൻ പുറത്തൊന്നും പോകാല്ല, ഒരു ക്ലാസ്സിനൊന്നും പോകാല്ലേ. ഇപ്പം മോട്ടിവേഷൻ സ്പീക്കർ ആയാലും ട്രെയിനേഴ്സ് ആയാലും ഇതൊക്കെ ഞാൻ വീടിന്റെ അകത്തിരുന്നിട്ട് കൊണ്ട് ഞാൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത്. ഈ സമയത്ത് വീട്ടിന്റെ പുറത്തിരിക്കുമ്പോൾ ഏത് അവസ്ഥയിലാണ് എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം വിംബിൾ അക്കാദമിന്റെ കീഴിൽ ഒരു കാൻവിൻ അക്കാദമിന്റെ കീഴിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സൈക്കോളജിസ്റ്റ്. നമുക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ക്ലാസ് കിട്ടുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം ക്യാഷ് കൊടുത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാം നേടാം, അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തത് മാത്രമേ നമുക്ക് ഒരു ക്ലാസ് റെഡി ആകുള്ളൂ. എന്റെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയുന്നത് അല്ലെ. അതിന് മാത്രം നമുക്ക് എന്നെ മാറ്റിമറിച്ചിട്ട് നമുക്ക് ഒരു സൈക്കോളജിസ്റ്റ് ക്ലാസ് ആണ്, ഫസ്റ്റ് ലെവൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ക്ലാസ്. 6 മാസം കഴിഞ്ഞ ശേഷം ഇതും മലപ്പുറത്ത് വെച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ പോയി. കാരണം എനിക്കറിയില്ല, കാരണം നമ്മൾ പുറത്തിറങ്ങിയിട്ടില്ലല്ലോ, അപ്പൊ കോൺഫിഡൻറ് ഉണ്ടാവുമോ, സംസാരിക്കാൻ കഴിയുമോ ഒന്നും എനിക്കറിയില്ല. ഈ സമയത്ത് അവിടെ ചെന്നപ്പോൾ 100-ലേറെ ആളുകളുണ്ട്. അത് മലപ്പുറം ജില്ലയിലുള്ളവർക്ക് മാത്രം ആദ്യം ഇതിൽ കൊടുത്താണ്, ഓരോ ജില്ല ഇതിൽ കൊടുത്തു സർട്ടിഫിക്കറ്റ് കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, നിങ്ങൾ സെൽഫ് കോൺഫിഡൻസ് ടെസ്റ്റ് ചെയ്യട്ടെ, നിങ്ങൾ ഫീഡ്ബാക്ക് പറയണം, നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ സമയത്ത് എന്ത് ചെയ്തു, എനിക്ക് ഇതുപോലെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന അതേ രീതിയിൽ എനിക്ക് അവിടെ നല്ല കോൺഫിഡൻറ് കൊടുക്കും. കാരണം ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു, എനിക്ക് ഇങ്ങനെ കോൺഫിഡൻറ്റോടെ സംസാരിക്കാൻ കഴിയുമെന്ന്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ്, നമ്മുടെ ഉള്ളിലുള്ള കഴിവുണ്ടല്ലോ, നമുക്ക് കഴിയും എന്നുള്ളത്. ഇന്നലെ രാത്രിയാണ് സെഷൻ പറഞ്ഞത്, ഇന്നലെ രാത്രിയാണ് ആ സെഷൻ കിട്ടുക. അത് എനിക്ക് കഴിയും അത്ര ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഞാൻ ടോപ്പിക് സെലക്ട് ചെയ്തിട്ട് ഒന്നുമില്ല. ഞാൻ പറയും അതെനിക്ക് കഴിയും. അത് ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത് ഏതൊരാൾക്ക്. ഐ ക്യാൻ അല്ലെ, അതാണ് ഏറ്റവും വലിയ സെൽഫ് കോൺഫിഡൻറ് എന്ന് പറഞ്ഞത്. കാരണം എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്ന ചിന്ത നമ്മുടെ മുന്നിൽ വന്നാൽ പിന്നെ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അത് എനിക്ക് കഴിയുന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് സെൽഫ് കോൺഫിഡൻറ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെയാണ് സെൽഫ് ലവ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാം അല്ലെ. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്ന സമയത്ത് മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ആ ഒരു ഇമ്പോർട്ടൻസ് കൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. കാരണം സെൽഫ് ലവ് നമ്മുടെ കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയും, അങ്ങനത്തെ ഒരു വേവലാതിയോ അല്ലെങ്കിൽ സങ്കടപ്പെടുന്നില്ല. കാരണം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ കഴിയും. നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാകും ഈ സദസ്സിലിരിക്കുന്നത് എല്ലാവരും. കാരണം നമ്മൾ സെൽഫ് ലവ് പഠിച്ചവരാണ്. ഇതിൽ തന്നെ അതുപോലെ ഒരുപാട് ഒരുപാട് നമുക്ക് ക്ലാസ്സുകൾ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവും അല്ലെ. ഈ സമയത്ത് എന്തായാലും നമുക്ക് സ്ട്രെസ് ഇല്ല, നമുക്ക് എപ്പോഴും ഹാപ്പി ആണ് അല്ലെ. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന സമയത്ത് ഈ സന്തോഷം എന്താണ് മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. കാരണം സെൽഫ് ലവ് എന്ന് പറഞ്ഞാല് ഞാനൊരു വലിയ ആള് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാളും വലിയ ഒരാളാണ് ഞാൻ എന്നുള്ള ചിന്തയല്ല, മറ്റുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അല്ലെ. മനുഷ്യരെല്ലാം വ്യത്യസ്തരാണ്. ആ വ്യത്യസ്തതയോട് കൂടി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ സെൽഫ് ലവ്, നമ്മളെ സ്നേഹിച്ച് മറ്റുള്ളവരെ ചേർത്ത് നിർത്തി ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് ജീവിച്ചിരുന്നത്, വ്യത്യസ്ത കഴിവുള്ളവരാണ്, വ്യത്യസ്ത സാഹചര്യത്തിൽ ജീവിച്ചവരാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പോകണം. ഇത് തന്നെയാണ് ഇത് മൂന്നും, സെൽഫ് കോൺഫിഡൻറ്റും സെൽഫ് ലവും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും നമ്മൾ ഗോളിന് വേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അതുപോലെ നമ്മുടെ ലൈഫിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ട് എനിക്ക് മനസ്സിലായത് ഫൗണ്ടേഷൻ ആണ് നമ്മുടെ ലൈഫിന്റെ. ഇത് മൂന്നും നമുക്കുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ആവലാതി ഒന്നും വേണ്ട. കാരണം നമുക്കറിയാം നമ്മൾ ആരാണെന്നുള്ള ചിന്ത, എന്തൊക്കെ കഴിവാണ് നമുക്കുള്ളതെന്ന്. തീർച്ചയായും ഇതെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലായി, ആദ്യം നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇത് മനസ്സിലാക്കണം. നമുക്ക് സെൽഫ് കോൺഫിഡൻറ്, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, സെൽഫ് ലവ്, ഇത് മൂന്നും നമുക്ക് വേണം. ഇനി അടുത്തത് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യണം അല്ലെ. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ ഗോൾ, ഏത് രീതിയിലാണ് നമ്മുടെ ഗോളിലേക്ക് പോകുക എന്നുള്ളൊരു സ്റ്റോറിയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. കാരണം പെട്ടെന്ന് നമ്മളൊരു പോയിന്റ് ആക്കി പറയുന്ന സമയത്ത് മനസ്സിലാവും. അപ്പൊ ഒരാളെ സ്റ്റോറി വെച്ച് ഞാൻ പറയാം. ഒരു യുവാവാണ്. ഇദ്ദേഹം പറയണേ എന്റെ ജീവിതം എല്ലാം കഴിഞ്ഞു. കാരണം ഏത് സമയത്തും എന്താണ് ലക്ഷ്യം എന്ന് ഇയാൾക്കറിയാം. കാരണം ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക്
തീർച്ചയായിട്ടും എപ്പോഴും മടിയായിരിക്കുമല്ലോ. നമുക്കൊരു ലക്ഷ്യം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമുക്കൊന്നിനും ഒരു കഴിവില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്ത നമ്മൾ നിരന്തരം നമ്മോട് പറയുന്ന സമയത്ത് എന്താണ്, നമുക്ക് എല്ലാത്തിനും ലേസിയാവും, നമുക്കൊന്നിനും സന്തോഷം ഉണ്ടാവില്ല. എന്നതുപോലെ ഒരു യുവാവ് മൊബൈലിൽ കളിച്ച് സമയം നഷ്ടപ്പെടുത്തി രാവിലെ വൈകി ഉണരും, അതുപോലെ രാത്രി വൈകി ഉറങ്ങും അല്ലെ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിസോർഡർ ആണ്. അപ്പൊ ഒരു ലക്ഷ്യം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ. കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇവന്റെ ഫ്രണ്ട്സ് എല്ലാം ജോലിയിൽ കയറുന്ന സമയത്ത് ഇവനക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്. മോനെ വന്നുണ്ട്. ഈ മനുഷ്യനെ പറയാണ്, എനിക്ക് ഇവന്റെ ഫ്രണ്ട്സ് എല്ലാം ജോലി കിട്ടി ആ സമയത്താണ് ഇവനക്ക് ബോധോദയം വന്നത്. കാരണം എന്റെ സമയമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വല്ലാത്ത ടെൻഷനും സ്ട്രെസ്സും എല്ലാം. ആ സമയത്ത് ഇവൻ പറഞ്ഞു, എനിക്കിനി ജീവിക്കാൻ എനിക്ക് കഴിയില്ല, കാരണം ഈ നാട്ടിൽ നിന്ന് ഞാൻ പോകുകയാണ്, കാരണം എന്റെ ജീവിതം എല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ പരാജയപ്പെട്ടവനാണ് എന്ന ലക്ഷ്യത്തിൽ ഇയാൾ എന്ത് ചെയ്തു, ഇയാൾ ഡ്രസ്സൊക്കെ ആയിട്ട് ഇയാൾ നാട് വിടുകയാണ്. നാട് വിട്ടിട്ട് കാട്ടിലൂടെ പോയി, ഒറ്റയ്ക്ക് ഇയാൾ പോയി. കാരണം ഇയാൾക്ക് ബോധോദയം വന്നിട്ടുണ്ട്, എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എന്റെ ജീവിതം ഇവിടെ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തിരിച്ചറിവ്. ഇയാൾ കാട്ടിലൂടെ പോയി ഒരു സ്വസ്ഥമായിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. ഇരുന്ന സമയത്ത് ഇയാൾ ചിന്തിക്കുകയാണ്, എനിക്ക് എന്റെ ജീവിതമെല്ലാം നഷ്ടപ്പെട്ടു, ഒരുപാട് സമയം ഞാൻ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട്. ആ ഒരു കുറ്റബോധം ഇയാളുടെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇയാൾ കരയുന്നുണ്ട്, ടെൻഷൻ അടിക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ ഒറ്റയ്ക്ക് എല്ലാവരും കാണുന്നില്ല, കുറെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് ഇയാൾ ശ്രദ്ധ പെട്ടെന്ന് ഒരു ചെറിയൊരു കുടില് കണ്ടു, അങ്ങോട്ട് ശ്രദ്ധ തിരിച്ചു. ഇയാൾ എണീറ്റ് അവിടെ ചെന്ന സമയത്ത് ഒരു സന്യാസി ധ്യാനിക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇയാള് ധ്യാനം കഴിഞ്ഞ് നോക്കിയ സമയത്ത് ഈ യുവാവിനെയാണ് കണ്ടത്. എന്തിനാണ് നീ ഇവിടെ വന്നത് എന്ന് ചോദിച്ചു. സങ്കടത്തോടെ പറഞ്ഞു, എന്റെ ജീവിതമല്ല, ഞാൻ പരാജയപ്പെട്ടവനാണ്, എനിക്ക് ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ല. സങ്കടത്തോടെ പറഞ്ഞ സമയത്ത് സന്യാസി പറഞ്ഞു, മോനെ നീ വല്ലാതെ വിശക്കുന്നുണ്ട്, നിനക്ക് നീ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കുക, എന്നാലേ നിനക്ക് സംസാരിക്കാൻ കഴിയുള്ളൂ, നിന്റെ ചിന്തകളെ നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞ് അവനക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്ത കഴിഞ്ഞ സമയത്ത് ഈ സന്യാസി പറഞ്ഞു, ജീവിതം എല്ലാവർക്കും വിജയമാണ്, പക്ഷെ പരാജയപ്പെട്ടവരായിട്ടും ആരുമില്ല ജീവിതത്തിൽ. പക്ഷെ പരാജയപ്പെട്ടവരാക്കുന്നത് ആരാണ്? നമ്മളാണ്. നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് നമ്മൾ പരാജയപ്പെട്ടവരാണെന്ന ചിന്ത. ആ ചിന്ത നമ്മുടെ മനസ്സിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ, ആ ചിന്തകൾ നമ്മളെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ വൻ വിജയം നേടാൻ കഴിയുമെന്ന് പറഞ്ഞു. യുവാവ് ചോദിച്ചു, എങ്ങനെ ഗുരു ഈ ചിന്തകളെ മാറ്റിയെടുക്കല്? ഞാൻ പരാജയപ്പെട്ടവനല്ലേ, പിന്നെ എങ്ങനെ വിജയിക്കാൻ എനിക്ക് കഴിയും? അത് ലളിതമാണെന്ന് പറഞ്ഞു. നിന്റെ വിജയം നിനക്ക് ലളിതമാണ്. നീ രാവിലെ നേരത്തെ എണീക്കുന്ന, ഓരോ ദിവസവും തുടങ്ങുന്നത് നേരത്തെ എണീക്കുന്ന സമയത്ത് നിനക്ക് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ ജീവിതത്തെ നിനക്ക് മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അല്ല ഗുരു, നേരത്തെ എണീറ്റെന്ന് കരുതിയിട്ട് എങ്ങനെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. ഈ സമയത്ത് ഗുരു പറഞ്ഞു, നീ കണ്ടിട്ടില്ലേ ഒരു പുഷ്പം വിരിയുന്നത്? ഈ വിരിയുന്ന സമയത്ത് എന്താണ്, പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് തേനീച്ചാലെ തേൻ നുകരാൻ വരുന്നത് കണ്ടിട്ടില്ലേ, കുറെ തേനുകൾ. എന്നതുപോലെ നമ്മൾ നേരത്തെ എണീക്കുന്ന സമയത്ത് നമ്മളിലോട്ട് കുറെ ശീലങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മാറി വരും. ഈ സമയത്ത് നിന്റെ ലക്ഷ്യങ്ങൾ നിന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അത് ആദ്യം നീ ചെയ്യേണ്ടത് രാവിലെ നേരത്തെ എണീക്കുക, അത് മാത്രം ചെയ്താൽ മതി. ഇപ്പൊ രാവിലെ നേരത്തെ എണീറ്റാൽ എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും? കാരണം ഞാൻ കുറെ സമയം ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് രാവിലെ എണീക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ രാവിലെ എണീക്കുക എന്നത് നീ ഒരു വെല്ലുവിളിയാണ് അല്ലെ. രാവിലെ എണീക്കാന്ന് കാരണം ലക്ഷ്യമില്ലാത്ത ഒരാൾക്ക് എണീക്കാൻ കഴിയില്ല. തീർച്ചയായിട്ടും അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ ഉറക്കം നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ സ്വപ്നം അല്ലെ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം. അപ്പൊ സ്വപ്നമില്ലാത്ത ഒരാൾക്കും നേരത്തെ എണീക്കാൻ കഴിയില്ല. അപ്പൊ ഈ സമയത്ത് നമ്മുടെ സ്വപ്നത്തെ നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മൾ അറിവ് നേടേണ്ടതില്ലേ. നമുക്ക് അറിവ് എത്രമാത്രം ഉണ്ടോ അത് എവിടെ നിന്നാണ് നമ്മൾ സ്വീകരിക്കണം. കാരണം നമ്മൾ മരണപ്പെട്ടാലും ആ അറിവുള്ള ഒരാളല്ലേ, അബ്ദുൽ കലാം സാറൊക്കെ മരണപ്പെട്ടു, പക്ഷെ അവരെ കുറിച്ച് അറിവുള്ള ഒരാളും മറക്കില്ല ഒരിക്കലും. അതാണ് നമ്മൾക്ക് എവിടുന്ന് ഒരു അറിവ് കിട്ടുന്നു അതെല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. എന്നതുപോലെ ഇവന്റെ ഒരു ചാൻസ് ആണല്ലേ. ഇവൻ പറഞ്ഞു, രാവിലെ നേരത്തെ എണീക്കാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്, പക്ഷെ എനിക്ക് കഴിയുന്നില്ല. അപ്പം ഗുരു പറയാൻ അതൊരു വെല്ലുവിളിയാണ്. നീ കുറച്ച് ദിവസം നിനക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകും നേരത്തെ എണീക്കാൻ. അതിന് നീ ഒരു അലാറം വെക്കുക. ഫസ്റ്റ് സമയത്ത് നീ ഒരു അലാറം വെക്കുക. ഈ സമയം നീ അലാറം നിന്റെ തൊട്ടടുത്ത് വെക്കരുത്, കുറച്ച് ദൂരെ കൊണ്ടുവെക്കുക. ഈ സമയത്ത് നീ കിടക്കയിൽ നിന്ന് എണീറ്റ് അത് നടന്നു വന്ന് എടുക്കും അല്ലെ. അലാറം ഓഫാക്കാൻ നീ നടന്നു വരികയല്ലേ.
ഈ സമയത്ത് നിന്റെ ഉറക്കം പിന്നെ നിനക്ക് എത്രയായാലും ഉറങ്ങാൻ സാധിക്കില്ല. അപ്പം ഈ സമയത്ത് ഉറക്കം നമുക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് പിന്നെ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. ഈ സമയത്ത് ഞാൻ എണീക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോ എന്താണ്, നിന്റെ സ്വപ്നങ്ങളെല്ലാം നിനക്ക് മനസ്സിലാവും. നിന്റെ ഉറക്കം നിനക്ക് നഷ്ടപ്പെടും അല്ലെ. നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടാകുന്ന സമയത്ത് എന്താണ്, പിന്നെ നമുക്ക് ഇങ്ങനെ അല്ല, പ്രത്യേകിച്ച് ഒരു ഗുരുവിന്റെ അടുത്ത് വരുമ്പം ഗുരു അങ്ങനെ പറയുമ്പോ അതിൽ എന്തോ ഒരു ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ള മനസ്സിലാവുമല്ലോ. അപ്പൊ ഇവനോട് പറഞ്ഞു, നീ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവൻ പറഞ്ഞു, രാവിലെ നേരത്തെ എണീക്കുക. രാവിലെ നേരത്തെ എണീറ്റിട്ട് ഞാൻ എന്ത് ചെയ്യണം? കാരണം എല്ലാ ദിവസത്തെ പോലെ തന്നെ അല്ലേ രാവിലെ എണീറ്റാലും. പക്ഷെ അതല്ല, നീ രാവിലെ നേരത്തെ എണീറ്റാ നിന്റെ ഓരോ കാര്യങ്ങളും നിനക്ക് നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താം. നീ നേരത്തെ എണീക്കുക എന്നതാണ് നീ ചെയ്യേണ്ട ഒരു കാര്യം. ഈ സമയത്ത് ഈ പ്രദേശം മുഴുവനും എല്ലാം സൈലന്റ് ആകും അല്ലെ. ഈ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് കൂടുതൽ എനർജി ലഭിക്കും. നീ നേരത്തെ എണീക്കുന്ന സമയത്ത് നിനക്ക് നേരത്തെ ഉറങ്ങാൻ സാധിക്കും. അപ്പൊ ഇതെന്താണ്, അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോവല്ലേ. നിനക്ക് നേരത്തെ ഉറങ്ങുമ്പോൾ നിന്റെ ശരീരം തന്നെ നിന്നെ ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകും, നിനക്ക് നേരത്തെ ഉറങ്ങാനായിട്ടുണ്ട് എന്നുള്ളത്. ആ നേരത്തെ ഉറക്കം നിന്റെ ശരീരത്തെ നിന്നെ ഊർജ്ജസ്വലരാക്കുന്നു. നീ 8 മണിക്കൂർ നിനക്ക് ഉറങ്ങാൻ സാധിക്കും നീ നേരത്തെ ഉറങ്ങുന്ന സമയത്ത്. അത് കഴിഞ്ഞ് നിനക്കൊരു ലക്ഷ്യം ഉണ്ടാകുന്ന സമയത്ത് നീ നേരത്തെ എണീക്കും. അപ്പൊ നിനക്ക് ഊർജ്ജസ്വലതയോടെ നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ, കുറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. കാരണം സൈലന്റ് ആകുന്ന സമയത്ത് പുറത്ത് ശല്യങ്ങളൊന്നുമില്ല. ഈ സമയത്തൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. അതുകൊണ്ടാണല്ലോ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാണ്ട് രാവിലെ നേരത്തെ എണീറ്റ് കുറച്ച് പഠിച്ചാൽ മതി എന്നല്ലേ. ആ സമയം കുറെ ക്രിയേറ്റീവ് നമ്മുടെ മൈൻഡ് നമ്മൾ പാകപ്പെടുത്തുന്ന സമയമാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഏറ്റെടുക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ രീതിയിലേക്ക് നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കാൻ നമ്മുടെ മൈൻഡ് റെഡിയാക്കും അല്ലെ. നമ്മൾ റീചാർജ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ ഉറക്കം അല്ലെ. നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിലേക്ക് കൊടുക്കേണ്ട ഓരോ കാര്യങ്ങളാണ്. എന്നതുപോലെ ഇവൻ പറഞ്ഞു, ഞാൻ നേരത്തെ ഉറങ്ങാമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിന്റെ ഇന്നർ വേൾഡ് വല്ലാതെ നിന്റെ കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയും എന്ന് പറഞ്ഞു. അവന് മനസ്സിലാക്കി കൊടുത്തു. ഈ സമയത്ത് അവനക്ക് മനസ്സിലായി, എന്റെ ജീവിതത്തിന് എനിക്ക് ഒരർത്ഥമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഇത് കേട്ട് ഇവന്റെ ഗുരു പറഞ്ഞു, നീ വീട്ടിലേക്ക് പോവുക, നിന്റെ വീട്ടുകാർ നിന്നെ കാണാതെ വിഷമിച്ചിരിക്കുകയായിരിക്കും. ഇവന് വളരെയേറെ സന്തോഷത്തോടെ പോയി. കാരണം എനിക്ക് ജീവിതമില്ല, എന്റെ ജീവിതത്തിനൊരു ലക്ഷ്യമില്ല, എന്താണ് ജീവിതം എന്ന് എനിക്കറിയില്ല എന്ന് ഗുരുവിന്റെ അടുത്ത് വന്നപ്പോൾ ഗുരു പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, നീ നേരത്തെ എണീക്കുക എന്ന്. അപ്പൊ നേരത്തെ എണീക്കുമ്പോൾ ഓരോ ശീലങ്ങൾ ഓട്ടോമാറ്റിക് ആയിട്ട്, കാരണം ഒരു ജോലി ഇല്ലാതെ വെറുതെ ഇരിക്കൂലല്ലോ നേരത്തെ എണീറ്റാൽ നമ്മൾ. അപ്പൊ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലോട്ട് തന്നെ വരും. നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ രാവിലെ നേരത്തെ പോയാൽ എന്താ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താം അല്ലെ. കാരണം എന്താ, ബ്ലോക്കോ വണ്ടിന്റെ തിരക്കൊന്നും ഉണ്ടാവില്ല. എന്നതുപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ എണീക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലോക്കുകളെല്ലാം നീക്കി നമുക്കൊരു സൈലന്റ് ആകുന്ന സമയത്താണ് നമ്മുടെ ഇന്നർ വീട്ടിലേക്ക് പല കാര്യങ്ങൾ നമുക്ക് വരാൻ കഴിയുന്നത്. ആ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയായി അല്ലെ. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ആദ്യം വേണ്ടത് ഇപ്പൊ എന്താണ്, എല്ലാവർക്കും മനസ്സിലായി എന്താ ഞാൻ പറഞ്ഞത്, എന്താ വേണ്ടത്, ഗുരു എന്താ പറഞ്ഞത്? എല്ലാവരും ഒന്ന് ഉറങ്ങാണെന്ന് അറിയില്ലല്ലോ. എന്താ മനസ്സിലായി ഞാൻ ഇപ്പൊ പറഞ്ഞ സ്റ്റോറിന്ന് ഒരു പോയിന്റ് എങ്കിലും പറഞ്ഞു, എന്താണ് ഗുരു പറഞ്ഞത്? എല്ലാവരും ഉച്ചക്ക് ഉറങ്ങിയോ? നേരത്തെ എണീക്കാൻ. എല്ലാരും ഇവിടെ ഉണ്ട്, കാരണം എല്ലാരും ഉറങ്ങിയോന്ന് മനസ്സിലായി. അപ്പൊ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളല്ലേ, നമ്മളെ ഗോളിന് ആദ്യ കാര്യമാണ് നമ്മൾ നേരത്തെ എണീക്കുക. പിന്നെ നേരത്തെ എണീറ്റ് എന്താ, നമ്മൾ സ്ട്രോങ് ആവും അല്ലെ. നമ്മൾ തീവ്രമായ ആഗ്രഹം നമുക്ക് വേണ്ടത്. ഒരു തീവ്രമായ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയുള്ള ഓരോ പ്രവർത്തനങ്ങളും എന്നെ സംബന്ധിച്ചില്ല, ഞാൻ എഴുതി വെച്ചൊരു ഗോളായിരുന്നു എനിക്കൊരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്ന്. അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഓരോ ദിവസം ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ ഡിസംബറിൽ എഴുതി വെച്ചു, ജനുവരിയിൽ 2023, ഇപ്പൊ 24 അപ്പൊ നമുക്ക് 25ക്കുള്ള യാത്രയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കൂടെ ചേർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് ഓരോ സ്റ്റെപ്പായിട്ട് തന്നെ പോകാൻ കാരണം. അപ്പൊ നമ്മൾ നേരത്തെ എണീറ്റിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, കാരണം നമ്മുടെ പുറം ലോകം മാത്രം ക്ലീൻ ആക്കിയാൽ പോരെ. ഈ കാര്യത്തിന് നമ്മുടെ ഉള്ളിലോട്ട് തീവ്രമായ ആഗ്രഹം നമ്മുടെ ഉള്ളിലോട്ട് നമ്മൾ കൊടുക്കണം. കാരണം നമ്മുടെ മനസ്സിന് ആറ്റം ബോംബിനേക്കാൾ ശക്തി ഉണ്ടെന്നാണ്, അത്രമാത്രം പവർ നമ്മുടെ മൈൻഡിന്റെ ഉള്ളിലുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെ നമ്മൾ പറഞ്ഞത് താജ്മഹലാണ് വലുത്, ചൈന വൻമതിലാണല്ലേ.
സത്യത്തിൽ വീട്ടിലിരുന്ന് പഠിച്ചപ്പോഴാണ് എന്റെ ലക്ഷ്യം എന്താണെന്നും നമ്മളെക്കാൾ വലുതൊരാളും ഇല്ല, നമ്മുടെ മൈൻഡാണ്, നമ്മുടെ മസ്തിഷ്കമാണ് എല്ലാത്തിനേക്കാളും വലുതെന്നുള്ള തിരിച്ചറിയല് നമുക്ക് മാത്രം ബുദ്ധി തന്നിട്ടുള്ളൂ, മറ്റു ജീവികൾക്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അത് നമ്മുടെ എന്താണ് നമ്മൾ പഠിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാം നമ്മുടെ ഇന്നർ വേൾഡിൽ തന്നെ ഉണ്ട്. അത് നമ്മൾ എന്തായി നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരണം. അതിന് നമ്മൾ മറ്റുള്ളവരല്ലേ, നമ്മൾ കാര്യം നടക്കാൻ എന്താ പറയാ, എന്റെ ഒരു ഗോള് അവര് കാരണമായിട്ട് ഞാൻ പരാജയപ്പെട്ടതിൽ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് എന്റെ ലക്ഷ്യം നേടുക, അല്ല, ഒരിക്കലും അല്ല. നമ്മുടെ ലക്ഷ്യം തീർച്ചയായിട്ടും നമുക്ക് തീവ്രമാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലോട്ട് എത്തും, അല്ലെ? ഇന്നലെ ജാസ്മിൻ നമുക്കറിയാം, ഇന്നലെ ക്ലാസ് പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റെടുക്കുന്നത് പ്രിപ്പയർ ചെയ്ത് രാത്രി ചെയ്തതാണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് നിങ്ങളിലേക്ക് തന്നിട്ട് നിങ്ങളുടെ മനസ്സിലോട്ട് സമാധാനം നൽകണം, എന്നിലൂടെ കഴിയുന്ന കാര്യം എനിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം. കാരണം സ്ത്രീകൾക്ക് സ്ത്രീകാവസ്ഥ അറിയുള്ളൂ. നമ്മൾ ശക്തീകരിക്കേണ്ടത് ഏറ്റവും നമ്മുടെ ആഗ്രഹമാണ്. അപ്പൊ അവിടെ നമുക്ക് ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്, അല്ലെ? അപ്പൊ തീവ്രമായ ലക്ഷ്യം നമുക്ക് വേണം, തീവ്രമായ ആഗ്രഹം. അത് ഞാനൊരു ചെറിയ സ്റ്റോറി കൂടെ മനസ്സിലാക്കി തരണം, എന്താണ് നമ്മുടെ എല്ലാവരുടെയും ഗോൾ എന്നുള്ളത്. നമ്മുടെ എല്ലാവരുടെയും ഗോൾ എന്താണെന്ന് ചെറിയൊരു സ്റ്റോറി പറയാം. ഒരു കുട്ടി, 6 വയസ്സായ കുട്ടി, ഈ കുട്ടി കടയിൽ ചെന്ന് പറയാണ്, അല്ല, ദൈവത്തെ വേണം. 50 രൂപ കൊടുത്ത് പറയണ, എനിക്ക് ദൈവത്തെ വേണം. കടക്കാരൻ ദേഷ്യപ്പെട്ട് തുറച്ചിങ്ങനെ നോക്കി. അപ്പൊ വീണ്ടും 2-3 കട എല്ലാവരും തുറച്ചു നോക്കും, ഒന്നും സംസാരിക്കണില്ല. ഇങ്ങനെ അല്ല, സ്വാഭാവികമായിട്ട് പറയില്ല, എന്താണ് ഇപ്പൊ, എന്തിനാണ് മോൻ വന്നൊന്നും ചോദിച്ചിട്ടില്ല. ഇനി 6 വയസ്സായി മോന് എന്താ ദൈവത്തെ വേണം, ഇവനെന്തോ വട്ടുണ്ട്, അങ്ങനല്ല പൊതുവെ എല്ലാരും വിചാരിക്കും. എന്നതുപോലെ എല്ലാ കടയിൽ ചെന്ന സമയത്തും ഇത് തന്നെ പറഞ്ഞത്. അങ്ങനെ 6ാമത്തെ കടയിൽ ഈ കുട്ടി ചെന്ന സമയത്ത് അവിടെ ഒരു വയസ്സായ ഒരാളാണ്. ആ സമയത്ത് അയാൾ ചോദിക്കുകയാണ്, എന്തിനാ മോൻ വന്നതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ദൈവത്തെ വേണം, 50 രൂപ കൊടുത്തിട്ട് ദൈവത്തെ വേണം. എന്താണ് മോൻ ഇങ്ങനെ പറയാൻ കാരണം? അപ്പൊ ആ കുട്ടിക്ക് ആശ്വാസമായി, കാരണം ഞാൻ പറയുന്നത് കേൾക്കാൻ ഒരാളുണ്ട് എന്നുള്ളത്. ഈ കുട്ടി പറയുകയാണ്, എന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ട് 3 വർഷമായി. ഞാൻ എന്റെ അങ്കിളിന്റെ കൂടെയാണ് ജീവിക്കുന്നത്. എന്റെ അങ്കിള് ആക്സിഡന്റ് പറ്റി അബോധാവസ്ഥയിലാണ്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. നീ ദൈവത്തോട് പറയ, ദൈവം രക്ഷപ്പെടുത്തിയെങ്കിൽ മാത്രം നിന്റെ അങ്കിളെ എനിക്ക് കിട്ടും. അപ്പൊ ഇവന് ദൈവം എന്താണെന്നോ കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന നമ്മളല്ലേ. അപ്പൊ പേരൻസ് ഇല്ലാത്തൊരവസ്ഥ ഒരു ചെറിയൊരു കുട്ടിക്ക് വന്നപ്പോ, അപ്പം ഈ കടക്കാരൻ എന്ത് ചെയ്തു, ഒരു തേൻ കൊടുത്തു ചെറിയൊരു കുപ്പിയിൽ. മോൻ ഇത് കൊണ്ട് കൊടുക്കും അങ്കിളിന്, അങ്കിളിനെ സുഖപ്പെട്ട് അങ്കിളിനെ മോനക്ക് തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഇവൻ ഈ തേനും കൊണ്ട് ഓടി പോവുകയാണ്. എന്നിട്ട് ഈ അങ്കിളിന് കൊടുത്തു. അങ്കിളിന് കൊടുത്ത സമയത്ത് അങ്കിളിന്റെ ബോധം തെളിഞ്ഞു. പക്ഷെ ബോധം തെളിഞ്ഞ സമയത്ത്, കാരണം ഒരു ആക്സിഡന്റ് പറ്റി എത്രമാത്രം ബില്ല് വരുമല്ലേ, ബില്ല് വന്നു, അപാരമായ തുകയാണ് ബില്ല് വന്നത്. പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞു, അല്ല, അത് ബില്ല് മാറിപ്പോയതാണ്, നിങ്ങൾക്ക് ഒരു പണവും അടയ്ക്കേണ്ടതില്ല, നിങ്ങൾ ബില്ല് അടയ്ക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇയാൾക്ക് ആശ്വാസമായി. കാരണം ആ സമയത്ത് കടയിൽ കണ്ട അയാളുണ്ടല്ലോ, അദ്ദേഹം ഈ കുട്ടിയുടെ അടുത്തെത്തിയിട്ട് അതിനുള്ള എല്ലാ ബില്ലും അടച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഈ അങ്കിള് നന്ദി പറയുകയാണ് ഈ വയസ്സായ അങ്കിളിനോട്, ഈ ഇദ്ദേഹത്തോട്. അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് താങ്ക്സ്. അപ്പം ഇദ്ദേഹം പറയുകയാണ്, ഈ വയസ്സായ കടക്കാരൻ പറയുകയായി, അയാളാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനായ ആള്, അയാളാണ് ഈ ബില്ല് ഫുള്ള് അടച്ചത്. പക്ഷെ അയാൾ പറയാ, എന്നോടല്ല താങ്ക്സ് പറയേണ്ടത്, ഈ കുട്ടിയോടാണ് നീ താങ്ക്സ് പറയേണ്ടത്. കാരണം ഇവനെ എന്നിലേക്ക് എത്തിച്ചത് ഇവന്റെ നിഷ്കളങ്കമായ മനസ്സുണ്ടല്ലോ. ഇതിലൂടെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ഒരു ലക്ഷ്യം, അല്ലെ? ആ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉള്ളിലാണ് ദൈവം ഒളിഞ്ഞു കിടക്കുന്നത് എന്ന്. അപ്പൊ നമ്മുടെ മനസ്സിലെ നിഷ്കളങ്കതക്ക് അനുസരിച്ചാണ് നമ്മുടെ ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലായത്? നമുക്ക് നിഷ്കളങ്കതയോടല്ല, ആരോടും പകയോ വിദ്വേഷമോ ഒന്നും ഉണ്ടാകാതെ ഒരു നിഷ്കളങ്കമായ മനസ്സ് വേണം നമുക്ക്, അല്ലെ? നമ്മുടെ വിത്തിറക്കുമ്പോൾ അത് നമുക്ക് വളർന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? അവിടെ ഗുണമേന്മ വേണമെന്നില്ല. കാരണം നമ്മൾ ദൈവം നോക്കുന്നത് നമ്മുടെ മനസ്സിലോട്ടാണ്. ആ മനസ്സ് നമ്മൾ ക്ലിയർ ആക്കാതെ നമ്മളിൽ ഗോളിന് കുറെ എഴുതി വെച്ച് മറ്റുള്ളവരോട് പക തീർത്തിട്ട് യാതൊരു കാര്യമില്ല എന്നൊരു തിരിച്ചറിവ്. മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് മനസ്സിലായോ? എന്താ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായത്? ഒരു പോയിന്റ് പറഞ്ഞേര്. ഞാൻ പറയാം, എന്താണ് അപ്പൊ ഗോളിന്റെ കാര്യം പറയണത്. അടുത്ത എന്താണ് വേണ്ടത്? ഫസ്റ്റ് നമ്മള് കൊടുത്തു, അല്ലെ? ഫസ്റ്റ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മൾ എന്താ കൊടുക്കുന്നത്? നേരത്തെ എണീറ്റു. പിന്നെന്താ കൊടുത്തത്? ഇപ്പത്തെ സ്റ്റോറിന്ന് എന്താ മനസ്സിലായത്? മൈൻഡിനെ പ്യൂരിഫൈ ചെയ്തു. അതെ അതെ അതെ, അതാണ് വേണ്ടത്, അല്ലെ? അപ്പൊ നമ്മൾ 5 പോയിന്റ് ഇപ്പൊ നമുക്ക് കിട്ടി. ഇത് ഓരോ പോയിന്റ് ആക്കി നിങ്ങൾക്ക് പറയുമ്പോൾ നമുക്ക് സ്റ്റോറിയിലൂടെ അല്ലേ, നമുക്ക് എല്ലാവർക്കും സ്റ്റോറി കേൾക്കാൻ അധികം ഇഷ്ടമല്ല. അത് ഒരു പോയിന്റ് മാത്രം പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അപ്പൊ നിഷ്കളങ്കമായ ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അത് 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 എല്ലാം റെഡിയായി പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യം നമ്മൾ എഴുതി വെക്കണം, അല്ലെ? നമ്മൾ എഴുതി വെക്കുന്ന ലക്ഷ്യമാണ് നമുക്ക് തീർച്ചയായിട്ടും അത് നേടിയെടുക്കാൻ കഴിയുക.
എല്ലാവരും പേനയും പെന്നും ഒക്കെ ഉണ്ടാവില്ല, ഒരു 5 പോയിന്റ്സ് അല്ലേ നിങ്ങൾ ലക്ഷ്യങ്ങൾ എഴുതി വെക്കണം. കാരണം അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങൾ ആ ലക്ഷ്യം നടക്കണം. അപ്പൊ ഒരു 5 ഗോൾസ് എല്ലാവരും എഴുതി വെക്കുക. എന്താണ് നിങ്ങൾക്ക് ഗോൾസ് എന്നുള്ളത്, ലക്ഷ്യം നിങ്ങൾക്ക് നടക്കണം 5 എണ്ണം. എല്ലായിടത്തും പേന ഉണ്ടാവും അല്ലെ, പേപ്പറും എഴുതി വെക്കും. നിങ്ങൾ എഴുതി എന്നോട് പറയണ്ട, നിങ്ങൾക്ക് 5 ഗോൾസ് എഴുതി വെക്കുക. തീർച്ചയായിട്ടും നമ്മൾ എഴുതി വെക്കുന്ന ഗോൾസ് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും. ഇത് നമുക്ക് 3-4 ദിവസമുള്ളൂ. അപ്പൊ ന്യൂ ഇയറിലേക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കാരണം ആ സമയത്താണ് നമുക്കത് നമ്മുടെ മൈൻഡിലോട്ടൊരു ചിന്ത വരും, ഞാനത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ളത്. അപ്പം നിങ്ങളത് എഴുതുക. നമ്മൾ ലക്ഷ്യം എഴുതി വെക്കുന്ന സമയത്ത് നമുക്ക് നേടാൻ കഴിയുന്ന ലക്ഷ്യം എഴുതി വെക്കണം അല്ലെ. രക്തം കണ്ടാൽ വീഴുന്ന ആൾ ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എന്താണ് സാധിക്കുക ആ ലക്ഷ്യമാണ് നമ്മൾ എഴുതി വെക്കേണ്ടത്. നമുക്ക് കഴിയും എന്നുള്ള ഒരു ലക്ഷ്യം. നമ്മൾ അതിനാദ്യം നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ സെൽഫ് അവയർനെസ് ആണ്. നമ്മളെ കുറിച്ചൊരു ബോധം നമുക്ക് വേണം. എന്റെ കഴിവ് എന്താണ്, എനിക്ക് എന്റെ പരിമിതികൾ എന്താണ് എന്നുള്ളൊരു ബോധ്യം നമ്മുടെ മനസ്സിലോട്ട് വേണം. നമുക്ക് ഇല്ലാത്ത കഴിവ് നമ്മൾ എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലേ, നമുക്കുള്ള കഴിവ്. കാരണം നമുക്ക് ഇല്ലാത്തൊരു കാര്യം, എനിക്ക് ചിത്രം വരക്കാൻ അറിയില്ല, അപ്പൊ ഞാൻ വരക്കുന്ന സമയത്ത് നീ വരച്ചത് നന്നായിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്കറിയാം അത് എനിക്ക് കഴിയില്ല. അങ്ങനെ നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ പറയുന്ന സമയത്ത് പിന്നെ നമുക്ക് ആരെന്ത് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമുണ്ടാവില്ല. അപ്പൊ നമ്മൾ എഴുതി വെക്കുക നമ്മളത് ചെയ്തിട്ടില്ലേ. നമ്മളൊക്കെ എഴുതി വെക്കുന്ന ഗോളുകളാണ് നമുക്ക് നേടുക. അതുപോലെ നമ്മൾ എന്തായാലും ഒരു ലക്ഷ്യം എഴുതി വെച്ചാൽ അതിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ കോഴിക്കോടിലേക്ക് ബസ് കയറിയിട്ട് അല്ലെ മലപ്പുറത്ത് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് എന്താ വേണ്ടതെന്ന് കരുതിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മൾ ലക്ഷ്യത്തിലേക്ക് വേണ്ട. അപ്പൊ നമ്മൾ ലക്ഷ്യം എഴുതി വെക്കുക, എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, ആക്ഷൻ എടുക്കണം. ഏത് കാര്യം ഇപ്പം കാര്യമായിട്ട് നമ്മൾ അല്ലെ, ഞാനിപ്പോ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ബുക്സ് ഒക്കെ നോക്കിയിട്ടുണ്ട്. അതുപോലെ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഇന്നലെ രാത്രി ചെയ്തതാണ്, ഇന്നലെ രാത്രിയാണ് കിട്ടിയത്. അപ്പൊ നമുക്കൊരു ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഫ്രീ ആകുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ലക്ഷ്യം തീവ്രതയോടെ ആണെങ്കിൽ നമുക്ക് നടക്കാൻ കഴിയും. തീർച്ചയായിട്ടും നടക്കാൻ കഴിയും. അപ്പൊ പക്ഷെ നമ്മളെ മൈൻഡ് അത് നടക്കും, അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ എഴുതിയിട്ട് എന്ത് കാര്യം, എനിക്ക് അവരെപ്പോഴും സംസാരിക്കാൻ കഴിയും, അങ്ങനെ ഒരിക്കലും പറയരുത്. നമുക്ക് കഴിയും, ഐ ക്യാൻ, അത് മാത്രമാണ് അല്ലെ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് വേണ്ടി. നമുക്ക് കഴിയും എന്നുള്ള ഉറച്ചൊരു വിശ്വാസം അത് നമ്മുടെ മനസ്സിലോട്ട് നമ്മൾ കൊടുക്കണം. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ കാരണം നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. എന്ത് നമ്മൾ കൊടുത്തതെല്ലാം ആക്സെപ്റ്റ് ചെയ്യും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. കാരണം നമ്മൾ പോസിറ്റീവ് ആണോ കൊടുക്കുന്നത് നെഗറ്റീവ് ആണോ കൊടുക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ എന്താണ് തീർച്ചയായിട്ടും അല്ലേ, നമ്മൾ പൊതുവെ നമ്മൾ പറയല്ലേ എനിക്ക് അസുഖം മാറണം അസുഖം മാറണം. പക്ഷെ അസുഖം മാറാന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖമാണ് ആദ്യം ഉണ്ടാവുക. അതിന് പകരം നമ്മൾ എന്താ പറയണത്, എനിക്ക് ആരോഗ്യം വേണം അല്ലെ, എനിക്ക് സമ്പത്ത് വേണം അല്ലെ. നമ്മൾ പറയുന്നത് ഞാൻ ദരിദ്രനാണ്, ഞാൻ കടക്കാരനാണ്, അങ്ങനെ പറയുന്ന സമയത്ത് എന്താ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് പറയാതാണ് നമ്മളെ ദരിദ്രനാക്കാനും നമ്മളെ കടക്കാരനാക്കാനാണ് സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിലാണ് നമ്മൾ പറയുന്ന സമയത്ത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് മാത്രം നമുക്ക് കൊടുക്കുക. പക്ഷെ നെഗറ്റീവ് ഉണ്ടാവും, ആ നെഗറ്റീവ് നമ്മൾ എന്താ പോസിറ്റീവായി ഇപ്പൊ ഈ നമ്മളിപ്പോ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നമ്മൾ നോട്ട്സ് എഴുതുന്ന അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ് നമ്മുടെ മൈൻഡിലോട്ടും അതുപോലെ ചുറ്റുപാടുന്നൊക്കെ നമ്മളുണ്ടാവും. അതിനെല്ലാം നമ്മൾ നെവർ മൈൻഡ് ചെയ്യുക അല്ലെ, നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അല്ലേ, ഈ വിജയിച്ച എല്ലാവരും പരാജയപ്പെട്ടവർ മാത്രമല്ലേ. സീറോ ആണ് നമ്മൾ കണ്ടുപിടിച്ചത്, പക്ഷെ ആ സീറോക്കാണ് വില കൂടുതൽ അല്ലെ. ആ സീറോ കുറഞ്ഞാൽ നമുക്ക് ഒന്നും ലഭിക്കില്ലല്ലോ. സീറോ കൂടുന്നതനുസരിച്ചാണ് നമുക്ക് വില കൂടുന്നത്, 1000, 10,000, ലക്ഷം. അപ്പൊ സീറോക്ക് എത്ര വില ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം സീറോ എന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്, അല്ലാതെ വണ്ണെന്നല്ല നമ്മൾ അല്ലെ, ഒന്നെന്നാണ് 2ക്ക് അങ്ങനെ പോകുന്നത്. അതുപോലെ നമ്മുടെ ജീവിതം നമ്മൾ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ കൊറോണ വന്നു, നോട്ട് നിരോധനം വന്നു അല്ലെ, വെള്ളപ്പൊക്കം വന്നു, ഇതൊക്കെ എന്താണ് നമ്മളെ വെല്ലുവിളികളാണ്. ഇതിലൊക്കെ അതിജീവിച്ച് നമുക്ക് എന്താണ്, നമുക്കിപ്പോ വീടിന്റെ അകത്തിരുന്ന് സേഫ്റ്റി ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചു, ഇതൊരു വെല്ലുവിളിയെ ഏറ്റെടുത്തത് കൊണ്ട്. അപ്പൊ എന്താണ്, അപ്പൊ ഏത് വെല്ലുവിളികളും നമ്മൾ ഏറ്റെടുക്കരുത്, അതിന് മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ നമ്മളൊരു മഴ വരുമ്പോ എന്താ സമയത്തല്ലേ, മഴ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് നമുക്ക് ദൂരെ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മഴ കഴിഞ്ഞിട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, നമ്മൾ കുട എടുത്ത് പോകും അല്ലെ. എന്നതുപോലെയാണ് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് അത് വെല്ലുവിളികൾ സ്വാഭാവികം എല്ലാവരും ഉണ്ടാവും അല്ലെ. നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്, സന്തോഷം സങ്കടം അല്ലെ, ഭൂമി ആകാശം, മഴക്കാലം വേനൽക്കാലം, ഇതെല്ലാം സ്വാഭാവികമാണ്. അത് കറങ്ങിക്കൊണ്ടേയിരിക്കും, സ്ഥിരതയില്ല ഒന്നിനും. സന്തോഷമായാലും അതിന് സ്ഥിരതയില്ല, ദുഃഖമായാലും അതിന് സ്ഥിരതയില്ല, ഒക്കെ മാറിക്കൊണ്ട് അത് ആ ചേഞ്ചിലൂടെ നമ്മൾ നമ്മുടെ മൈൻഡിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും. കാരണം ചുറ്റുപാടുകൾ ഒരിക്കലും നമുക്ക് മാറ്റാൻ കഴിയും, നമ്മളെ മാറ്റിയെടുക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ഗോളിലേക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്തായി നെഗറ്റീവ് അല്ലെ കൊടുക്കാതിരിക്കുക. അപ്പൊ ഗോൾ എല്ലാവരും എഴുതി വെച്ചു. പിന്നെന്താ ചെയ്യുക, ഏത് കാര്യം നമ്മൾ എന്താ ഇഷ്ടപ്പെട്ട് ചെയ്യുക.
കഷ്ടപ്പെടരുത്. കഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടൂല. കാരണം അല്ലെ നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്ത് അതും എന്താന്ന് മനസ്സിലായിട്ടുണ്ട് നമുക്കല്ലേ. അപ്പൊ നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്താൻ നമുക്ക് കഴിയും. അതും ഇഷ്ടപ്പെട്ട് ചെയ്യണല്ലോ. ഞാനൊരു ലക്ഷ്യം എഴുതി വെച്ച് അല്ലെ ഇനി കിടന്നുറങ്ങിയാൽ മതി അങ്ങനെ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ലക്ഷ്യത്തിലോട്ട് നമ്മൾ എത്തുള്ളൂ. അപ്പൊ നമുക്കതിന് കാര്യമായിട്ട് നമ്മൾ അറിവാണല്ലേ ഏതൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അറിവ് സമ്പാദിക്കണം. നമുക്ക് ഇന്ന് യൂട്യൂബിലും നമ്മുടെ കാര്യം ഇപ്പൊ യൂട്യൂബിലല്ലേ ഒരുപാട് സമയം നഷ്ടപ്പെടുത്താൻ ഒരുപാട് അവസരങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുള്ള അവസരങ്ങളും നമ്മുടെ യൂട്യൂബിലൂടെ തന്നെയുണ്ട്. നല്ല നല്ല ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക സക്സസ് സ്റ്റോറി നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം നമ്മൾ എഴുതിയെടുക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ കേൾക്കുക. കാണുന്നതും പറയുന്നതും എല്ലാം നമ്മുടെ ലക്ഷ്യത്തിലോട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അല്ല എന്നെ സംബന്ധിച്ച് സത്യം പറയാം ഞാൻ റീൽസ് ഇതൊന്നും കാണാൻ നിൽക്കില്ല. എനിക്ക് അതിൽ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് എനിക്ക് കിട്ടണം. ആ കാര്യങ്ങൾ ഞാൻ ചെയ്യാറുള്ളൂ. അങ്ങനെ നോക്കിയത് കൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് കഴിയുന്നത്. അല്ലാതെ നമ്മുടെ വിലപ്പെട്ട സമയം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമുക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് നമ്മുടെ മൈൻഡിലോട്ട് കിട്ടും. എന്നതുപോലെ എല്ലാവർക്കും ഒരു സമാധാനം നമ്മൾ ഉണ്ടാക്കുക. നമ്മൾ ആദ്യം സന്തോഷത്തോടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരിലേക്കും കൊടുക്കുക. അതിന് നമുക്ക് ഗോൾ വേണം. തീർച്ചയായിട്ടും ഗോൾ ഇല്ലാത്തവർക്ക് ഈ ലോകത്തൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടവർ മാത്രമാവും അവർക്ക്. അപ്പൊ നമ്മുടെ ഗോളാണ് നമ്മൾ എഴുതി വെച്ച് അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. അതിനുവേണ്ടി എന്തെല്ലാം പോസിറ്റീവ് ഉണ്ടോ അതെല്ലാം നമ്മൾ അന്വേഷിക്കേണ്ടത്. അതുപോലെ നമ്മൾ എന്താ ചെയ്യാ പിന്നെ സംശയിക്കരുത് അല്ലെ. എനിക്ക് കിട്ടുമോ കിട്ടൂല എന്നുള്ള സംശയം നമ്മൾക്ക് ഉണ്ടാവരുത്. അതുപോലെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഒരു ദിവസം കഴിയുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാ രാവിലെ നമ്മൾ ഈ ഗോള് ഒരു വർഷത്തിൽ എഴുതിച്ച ഗോള് ഓരോ ദിവസത്തിൽ ഓരോ ആഴ്ചയും നമ്മൾ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കണം. സെൽഫ് ടോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എന്ത് ചെയ്തു ഞാൻ എന്റെ ഗോളിന് വേണ്ടിയിട്ട് അല്ലെ. ബുക്ക് അല്ലെങ്കിൽ ഒരു പേജെങ്കിലും വായിച്ചോ. അല്ല ഒരു ബുക്കൊന്നും 4 ബുക്കൊന്നും ഒരു ദിവസം വായിക്കാതില്ല. അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് അപ്പൊ ഒരു പേജെങ്കിലും വായിച്ച് നമ്മൾ എന്താ ചെയ്യുക 10 ദിവസം കൊണ്ട് 10 പേജ് ആവും അല്ലെ. 2 പേജ് വായിച്ചാൽ 20 പേജ് ആവും 10 ദിവസം കൊണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ എഴുതി വെക്കുന്ന വായിക്കുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് വേണ്ടി നമ്മൾ ആക്ഷൻ എടുക്കണം അല്ലെ. നമ്മൾ പ്രോഗ്രസ് അതിനു വേണ്ടിയുള്ള ആക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രോഗ്രസ് ലഭിക്കുകയുള്ളൂ അല്ലെ. കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് പറയുന്നുണ്ടല്ലേ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് എന്താ നമുക്ക് മാർക്ക് കിട്ടില്ല. ഇങ്ങനെ ഈസിയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എഴുതും. ഈസിയുള്ള ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് മാർക്ക് കിട്ടും. അതിന് പകരം നമ്മൾ എന്താണ് ഡിഫിക്കൽട്ട് ആയ ക്വസ്റ്റ്യൻ അതിമേ പിടിച്ച് എനിക്ക് എഴുതാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാൽ എന്താ എല്ലാ മാർക്കും നമുക്ക് മിസ്സാകും. അതുപോലെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് എളുപ്പങ്ങൾ ഉണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് ശ്രദ്ധ കൊടുക്കുക. പ്രയാസമുള്ള കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ മൈൻഡ് കൊടുക്കാതെ പോസിറ്റീവ് നമ്മൾ സന്തോഷം പ്രത്യേകിച്ച് നമ്മുടെ പ്രകൃതിയെല്ലാം നമുക്ക് അതിന് വരദാനമായിട്ട് ദൈവം നൽകിയിട്ടുണ്ട്. എന്ത് സ്ട്രെസ് ഉണ്ടായാലും പ്രകൃതിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ പച്ച കാണുന്ന സമയത്ത് എല്ലാം നമ്മളല്ലേ സ്വന്തമായി സൈലന്റ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മനസ്സിന് വല്ലാതെ ആശ്വാസം കിട്ടും. പക്ഷെ നമ്മളതൊന്നും നോക്കില്ലല്ലേ. നമ്മളതൊന്നും നോക്കില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി എല്ലാം നെഗറ്റീവായി. കാരണം റീൽസ് ആണ് ലൈഫ് എന്നുള്ള സിറ്റുവേഷനിലാണ് ഇന്നത്തെ ജനത. ജീവിതം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് എന്താണ് ലഹരിയാണ് ജീവിതം എന്നാണ് തിരിച്ചറിയലോടെ ഇന്നത്തെ സൊസൈറ്റി പോകുന്നത്. അപ്പം ജീവിതമാണ് ലഹരി എന്ന രീതിയിലേക്ക് നമ്മൾ മാറാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അതിന് നമുക്ക് ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ നമുക്ക് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉണ്ടാകും സ്ട്രെസ്. ഈ സമയത്ത് നമ്മൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുക എന്ന് വേണ്ടത്. അതുപോലെ നമ്മൾ സക്സസ് സ്റ്റോറിക്ക് കേൾക്കുക. പിന്നെന്തായാലും നമ്മൾ വിഷ്വൽ ചെയ്യണം. ഇനി നമുക്ക് വിഷ്വൽ ചെയ്യണം നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ ഞാൻ സത്യത്തിൽ ഞാൻ ഇതിനെ വിഷ്വൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ക്ലാസ് എടുക്കുന്നതും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും അതെല്ലാം എനിക്ക് നേടിയിട്ടുണ്ട്. അത് നമ്മൾ വിഷ്വൽ ചെയ്യുന്ന സമയത്താണ് നമുക്കത് കിട്ടുക. നമ്മളൊരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ റൂട്ട് മാറിപ്പോയിട്ടൊന്നും കാര്യമില്ല. നമ്മളത് വിഷ്വൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അത് നമ്മൾ പ്രപഞ്ച ശക്തി മൊത്തം നമുക്ക് വേണ്ടി നമ്മൾ അതിനു വേണ്ടി സജ്ജമാക്കുമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലൂടെ തന്നെ. അപ്പൊ നമ്മൾ വിഷ്വൽ ചെയ്തുകൊണ്ടേയിരിക്കണം. നമുക്ക് എന്താണ് ആഗ്രഹമുള്ളത് അത് വിഷ്വൽ ചെയ്തുകൊണ്ടേയിരിക്കും. അതിനു വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ആഴ്ചയിൽ നോക്കണം. നമ്മോട് തന്നെ നമ്മളെ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്താണ് എന്റെ ലക്ഷ്യത്തിലോട്ട് ഞാൻ എടുത്ത തീരുമാനങ്ങൾ അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ, അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും വായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് പോസിറ്റീവ് കൊടുത്തിട്ടുണ്ടോ അല്ല. ഇതൊന്നും നോക്കാതെ നമ്മൾ ചുറ്റുപാടുകളെ വെറും നെഗറ്റീവിലൂടെ പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ലക്ഷ്യം നമ്മൾ യഥാർത്ഥമാണെങ്കിൽ നമ്മൾ അത് വിഷ്വലൈസ് ചെയ്ത് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ അല്ലെ. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് രാവിലെ അല്ലെ നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് സ്റ്റോറിയിൽ നിന്ന് നമ്മൾ നേരത്തെ എണീക്കാന്നല്ലേ. നമ്മൾ നേരത്തെ എണീക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയായാലും 5 മണി കഴിയാതെ എല്ലാവരും എണീക്കുക. അതിന്റെ മുന്നേ
എന്നാൽ നമുക്ക് എന്ത് ചെയ്യും, അഫർമേഷൻ ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും നമ്മൾ പ്രാർത്ഥന അല്ലെ, എല്ലാവർക്കും അവരുടേതായിട്ട് പ്രാർത്ഥന ഉണ്ടാവും. ആ പ്രാർത്ഥനയൊക്കെയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴികൾ. ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്തായി, നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമുക്ക് എത്താൻ കഴിയും. നമ്മൾ ഡൗട്ട് ഇല്ലാതെ, ഫിയർ ഇല്ലാതെ, സന്തോഷത്തോടെ ജീവിതം നമ്മൾ ജീവിക്കാൻ നമുക്ക് കഴിയും. അതുപോലെ ബുക്കുകളെല്ലാം എല്ലാവരും ഒരു ഡയറിയും ഒരു ബുക്കും, നമുക്ക് ഇഷ്ടപ്പെട്ട ബുക്ക്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ട ഒരു ബുക്ക് ഈ ന്യൂ ഇയർക്ക് എല്ലാവരും എടുത്ത് വാങ്ങിച്ച് എഴുതണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക, നമുക്ക് എന്താ വേണ്ടത് എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക. അതുപോലെ അതിനു വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മളിപ്പം ഇതില് കേട്ടിട്ടുണ്ട് നമ്മുടെ KFC അല്ലെ, KFC ചിക്കനെ കുറിച്ച് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിലല്ലേ. ആ സാൻഡേഴ്സ് എന്ന ഒരാള് അല്ലെ, നമുക്കറിയാം, അറിയപ്പെട്ടല്ലേ, 40,000 കടകളുണ്ട് KFC ചിക്കൻ. അപ്പം ഇതിന്റെ സ്റ്റോറി ഒന്ന് പറയാം, സക്സസ് സ്റ്റോറി. നമുക്ക് സക്സസ് സ്റ്റോറിയും കൂടി പറഞ്ഞാല് നമുക്ക് ഒന്നും കൂടി നമ്മുടെ ഗോളിലേക്ക് പോകാൻ കഴിയും. അപ്പം ഇദ്ദേഹം എന്താണ്, ഈ സാൻഡേഴ്സ് എന്ന ആള് 6-ാമത്തെ വയസ്സില് ഇവരുടെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ പിന്നെ ഇവർക്ക് പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ സ്കൂളെല്ലാം ഉപേക്ഷിച്ചു. ഇയാൾ ഹോട്ടൽ ജോലിക്ക് കയറി, അതിന്റെ പട്ടാളത്തിൽ കയറിയിട്ടുണ്ട്, അതുപോലെ കൽക്കരി ഖനിയിലൊക്കെ കയറിയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഇറങ്ങി. പിന്നെ ഇയാൾക്ക് ഭാര്യയില്ല. അങ്ങനെ ഇയാള് ഒരു ഹോട്ടലിൽ കയറിയാണ് അല്ലെ, പാചക തൊഴിലാളിയായി. പക്ഷെ അതില് ചിക്കൻ കറി വെച്ച് ഇയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ വളരെ വ്യത്യസ്തമായിട്ട് ഇയാൾ ചെയ്തു. എല്ലാവരും ചെയ്യുന്നതിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഇത് പരിശീലിച്ച് നല്ല പ്രാക്ടീസ് നേടി. ഈ സമയത്ത് എന്താണ്, ഇയാൾക്ക് 65 വയസ്സായ സമയത്ത് ആ കടയിൽ നിന്ന് അവർ പറഞ്ഞു, നീ നമുക്കൊരു ബാധ്യതയാവും, ഇയാൾക്ക് ജോലി, ഇയാൾക്ക് അച്ഛനും അമ്മ ഭാര്യ ഒന്നും ഇല്ല, അതുകൊണ്ട് 65 വയസ്സായി, നീ ഇയാൾ കടയിൽ നിന്ന് നമുക്ക് ഒഴിവാക്കല്ല, ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊരു ബാധ്യത ആകും എന്ന് പറഞ്ഞിട്ട് കടക്കാർ ഇയാളെ ഒഴിവാക്കി കടയിൽ നിന്ന്. ഈ സമയത്ത് ഇയാള് വല്ലാതെ അസ്വസ്ഥരായി. കാരണം 65 വയസ്സ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമല്ലോ, ഇനി ഇയാൾ മുന്നിൽ എന്താണത്, ആത്മഹത്യ മാത്രമുള്ള ലക്ഷ്യം. അങ്ങനെ ഇയാൾക്ക് അവിടുന്ന് 99 പൗണ്ട് ഒരു കുറച്ച് സംഖ്യ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ഇയാള് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് ചിന്തിക്കുകയാണല്ലേ. നമ്മൾ സത്യത്തിൽ നമുക്ക് സ്ട്രെസ് വരുന്നത് നമ്മൾ ഒറ്റയ്ക്ക്, നമ്മുടെ സെൽഫ്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടും മനസ്സിൽ. നമ്മൾ ഒറ്റയ്ക്ക് ചെന്ന് ഇരുന്നിട്ട് ഇയാളെ ഇതുപോലെ ഒറ്റയ്ക്ക് ചെന്ന് ഇയാളെ ഓരോ കഴിവുകൾ ഇയാൾ ചിന്തിച്ച് നോക്കിയ സമയത്ത് ഇയാളെ കുറിച്ച് ഇയാൾക്കൊന്നും പോസിറ്റീവ് ആയിട്ടില്ല. എല്ലാം അല്ലെ നെഗറ്റീവ് മാത്രമാണ്, പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇയാൾക്ക്. പക്ഷെ ഇയാൾ ഉള്ളിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു, നിങ്ങൾക്ക് നീ നന്നായിട്ട് ചിക്കൻ കറി വെക്കാൻ അറിയാമല്ലോ, ചിക്കൻ കറി വെക്കാൻ അറിയാമല്ലോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ഇയാൾ മനസ്സിലായി, കാരണം നന്നായിട്ട് ഇയാളെ ഭക്ഷണത്തെ കുറിച്ച് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ഇയാൾ ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ രീതിയിൽ ഇയാൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങി. ചിക്കൻ കറി ഉണ്ടാക്കി ഒരു ചെറിയൊരു കട ഇട്ടത്. ഈ കട ഇട്ട സമയത്ത് ആളുകളൊന്നും അത് വാങ്ങിച്ചില്ല. അങ്ങനെ അയാൾ ഈ കട പൂട്ടി. പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയെടുത്തി. അവിടെ ചെന്നപ്പോഴും കുറച്ച് ആളുകളൊക്കെ വാങ്ങി. ഇത് അത്ര നല്ലതൊന്നും ആവില്ല എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ അത് റെഫ്യൂസ് ചെയ്തു. പിന്നെ വാങ്ങിയ ആൾക്കാർ വീണ്ടും വീണ്ടും വാങ്ങാൻ തുടങ്ങി. കുറച്ച് ആളുകൾ വാങ്ങിയിട്ടുള്ളൂ. പക്ഷെ ആ വാങ്ങിയ ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങിയ സമയത്ത് ഇയാൾക്ക് സന്തോഷം ലഭിച്ചു. പക്ഷെ പിന്നെ ഇയാൾ വെച്ച് കടകളിൽ കൊണ്ടു കൊടുക്കാം. കടകളിൽ കൊണ്ടുപോയ സമയത്ത് കടക്കാരെല്ലാം നിരസിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും 1000 കടയിലിട്ട് ഇയാൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറെ കൊണ്ടെടുത്ത സമയത്ത് അവർ പറഞ്ഞു, ഞങ്ങൾ വാങ്ങിക്കാം, നിങ്ങൾ ചിക്കൻ കറി ഞങ്ങൾ വാങ്ങിക്കാം, പക്ഷെ വിറ്റതിന് ശേഷം നിങ്ങൾക്ക് പണം തരികയുള്ളൂ. അത് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ വിറ്റ പണം ഇവർക്ക് കൊടുക്കും. പിന്നെ ബാക്കിയുള്ള ചിക്കൻ കറിയും കൊടുക്കും. അത് ഇയാള് വേസ്റ്റില് കുഴിച്ചു മൂടും. പിന്നെ കുറച്ച് കഴിഞ്ഞ ശേഷം എന്തായി, പിന്നെ വേസ്റ്റ് ഒന്നും ഇല്ലാതായി. ഇയാളത് പ്രത്യേക നല്ല ഉന്നതിയിലെത്തി. കാരണം ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ആളുകൾ വരുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തി. അപ്പൊ ഇയാൾ മരിക്കുന്ന സമയത്തല്ല, 65 വയസ്സില് ഇയാളെ പിരിച്ചുവിട്ട് ഇയാളെ ജീവിതം അവസാനിക്കുന്നത്. ഇയാൾ 90-ാമത്തെ വയസ്സിൽ ഒരു ശതകോടീശ്വരിൽ 2-ാമത്തെ ആള്, 40,000 കടകളുണ്ടെന്ന ഇയാളെ പേരിൽ. അപ്പൊ എന്താണ് ഇതൊക്കെ, നമ്മുടെ ഗോളാണിത്. നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വരുന്നൊരു ഗോള്, നമ്മളത് വിജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം. ഈ രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പൊ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളോട്ട് മാത്രം നമ്മൾ ചിന്തിച്ച്, നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നമുക്ക് എല്ലാവർക്കും മുന്നോട്ടെത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മുടെ സമയമല്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം.
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും എഴുതി വെച്ചോ ഗോള്? ഗോൾ എഴുതി വെച്ചോ അതോ ഗോൾ ഇല്ലേ? ഞാനിവിടെ 5 എണ്ണം എഴുതാൻ പറഞ്ഞു, 3 എണ്ണം എഴുതി. ആ 3 ഇൻഷാല്ല അടുത്ത 2025 ഡിസംബറോട് കൂടി എനിക്ക് അച്ചീവ് ചെയ്യണമെന്നാണ് ആഗ്രഹം. കഴിഞ്ഞ ഇതേപോലെ ഒരു ക്ലാസ്സിൽ, ലാസ്റ്റ് ഡിസംബറിൽ ഒരു ക്ലാസ്സിൽ, അന്നാണ് ഞാൻ ഇതുപോലെ വീണ്ടും അന്ന് എഴുതുന്നത്. എഴുതിയതൊക്കെ ചെറുതൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞു. കുറച്ചുകൂടി അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഗോളാണ് എഴുതിയിരിക്കുന്നത്. അത് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസമുണ്ട്, കാരണം അതിനുള്ള സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ള ഒരു ഉത്തമ ബോധമുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് എഴുതാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഉണ്ട്. അപ്പൊ മുംതാസ് മാമിന്റെ ക്ലാസ്സോട് കൂടി നമ്മുടെ ഗോള് ഞാൻ എന്തെന്ന് പറയുന്നില്ല, ഞാൻ എന്തായാലും അത് എഴുതി. അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്തതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് മുംതാസ് മാമിനായിരിക്കും. തീർച്ചയായിട്ടും അത് ലഭിക്കട്ടെ, അല്ല എഴുതി വെച്ച എല്ലാവർക്കും, കാരണം 1 വർഷം സമയമുണ്ടല്ലോ. അതെ. അതുപോലെ അടുത്ത ഡിസംബറിൽ ഇതുപോലെ നമ്മുടെ ഇതില് അടുത്തൊരു വർഷത്തേക്കുള്ള ഗോൾ സെറ്റിങ്സ് ആയിട്ട് മുംതാസ് മാം തന്നെ വരണം. അന്ന് നമ്മൾ 100 ക്ലാസ് ഒക്കെ കഴിയും. അപ്പോ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഇൻഷാ അള്ളാ. ബാക്കിയുള്ളവര് ഇപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തിരുവനന്തപുരത്തുള്ള ഞാനൊക്കെ അറിഞ്ഞില്ലേ? അത് ഇന്നലെ രാത്രിയല്ലേ പറഞ്ഞത് ടോപ്പിക്ക്, പെട്ടെന്നല്ലേ അപ്പൊ ഇന്നലെ രാത്രിയാണ് ടോപ്പിക്ക് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഞാൻ ഫ്രീ ആവൂല എന്നാണ് വിചാരിച്ചത്. ഭാഗ്യത്തിന് ഇന്നത്തെ നാളത്തേക്ക് മാറ്റി. അപ്പൊ നാളെ ഇന്ന് ഫ്രീ ആയി. അപ്പൊ പിന്നെ എന്തായാലും ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ഒരു ഇത് അയച്ചത്, ട്രെയിനേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് അയച്ചത്. അപ്പൊ മുംതാസ് മാം തന്നെ ആരെങ്കിലും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ മുംതാസ് മാം ഇങ്ങനെ കൈപൊക്കി. അപ്പൊ എനിക്ക് സമാധാനമായി, ഒരാൾ കിട്ടിയല്ലോ. അപ്പൊ ട്രെയിനേഴ്സിന്റെ ഒരു കൂമ്പാരം തന്നെ ഇപ്പൊ ആക്കി വെച്ചിരിക്കുകയാണ് അവിടെ, പെട്ടെന്ന് പോയൊരു ഫാക്കൽറ്റിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അതൊക്കെ നമ്മളുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. പിങ്ക് ജോബിന് മാത്രമായിട്ട് കുറെ ട്രെയിനേഴ്സ്, അതിനകത്ത് ട്രെയിനേഴ്സ് മാത്രമല്ല ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഒരാളാവാൻ കഴിയാന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യം തന്നെ അല്ലേ? അതെ. അതില് ആ ഗ്രൂപ്പിൽ ട്രെയിനേഴ്സ് മാത്രമേ ഉള്ളൂ. ട്രെയിനേഴ്സ്, പിന്നെ പിങ്ക് ജോബിൽ ക്ലാസ് എടുക്കുന്ന ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളൂ. അതിൽ വലിയതായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അതിൽ ഒരാളായി നിൽക്കുക എന്ന് പറയുമ്പോ ആ, അതൊക്കെ അതെ, അതെ. അതൊക്കെ നമ്മുടെ ആ ലൈഫ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ഗോളിന്റെ, ഈ സ്വപ്നം കാണലിന്റെ, ആക്ഷൻ എടുക്കലിന്റെ ഒക്കെ ഫലമായിട്ടാണ് മുംതാസ് മാം ആ ഗ്രൂപ്പിൽ വന്നത് അല്ലേ? അതെ, അതെ. എനിക്ക് ഉദ്ദേശിച്ച് ഞാൻ വിചാരിക്കാറുണ്ട്, കാരണം അല്ലെ സെൽഫ് ലവ് ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിലെത്തിയത്. പലപ്പോഴും ഞാൻ അതെ. ചിന്തിക്കാറുണ്ട്. പിങ്ക് ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പില്, അതില് പിങ്ക് ജോബിലെ പോലെ ലേഡീസ് അതിനകത്തില്ല. അപ്പൊ അതിലൊരാളാണ് മുംതാസ് മാം എന്നുള്ളതാണ്. അപ്പൊ അതാണ് അവര് ആക്ഷൻ എടുത്തു, അവർക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ നബീല അവര് മാമിനെ ക്രെഡിറ്റ് നബീല മാമക്ക, നബീല മാമിനെ അതിൽ എത്തിച്ചത്. ഇതുപോലെ ആരാണ് അതെ. ക്ലാസ് എടുക്കാന്ന് പറഞ്ഞപ്പോ എടുത്ത് ചാടിയതാണ് ഞാൻ. എന്തായാലും നന്നായി. വളരെയധികം സന്തോഷം. എന്തായാലും ഞാൻ ഈ ഗോള് സെറ്റ് ചെയ്യുമ്പോഴൊക്കെ മുംതാസ് മാമിനെ ഓർമ്മിക്കും. പിന്നെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഇന്നത്തെ സെഷനിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് ജസ്റ്റ് കേട്ട് പോവുക എന്നതിലുപരി അത് നമ്മുടെ ലൈഫിൽ അതെ. പ്രാക്ടീസ് ചെയ്യാം. കാരണം നമുക്ക് വളരെ എളുപ്പമായി ചെയ്യാൻ പറ്റുന്ന, അപ്പൊ നേരത്തെ എഴുന്നേൽക്കാൻ പറയുന്നത് എല്ലാരും പറയുന്നതാണ്. പക്ഷെ അത് നേരത്തെ എഴുന്നേറ്റ് കിട്ടാൻ കുറച്ചൊരു ടാസ്ക് ആണ്. അത് നിരന്തരം നമ്മൾ ട്രൈ ചെയ്യണം. പക്ഷെ ആ ട്രാക്കിൽ അങ്ങോട്ട് കേറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ അലാറം ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പൊ 4:30 എഴുന്നേൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ 4:00 നമ്മൾ ഉണർന്നോളും. കിടക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം, എനിക്ക് ഇന്ന് 4:00 എഴുന്നേൽക്കണം. നമ്മുടെ മൈൻഡ് ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഉണർത്തിക്കോളും. ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു എനർജിയാണ് അന്നത്തെ ദിവസം. അപ്പൊ ഇന്ന് സൺഡേ ഒക്കെ ചെറിയൊരു മടിയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒന്ന് കിടക്കട്ടെ എന്ന് വിചാരിക്കും. കാരണം ഓഫീസിൽ പോകാനില്ല, കുട്ടികൾക്ക് പോകാനില്ല, മദ്രസയിൽ അങ്ങ് വിട്ടാൽ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. അന്നത്തെ ദിവസം എനിക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല. പെട്ടെന്ന് വൈകുന്നേരം അതുപോലെ തോന്നും. എന്നാല് വർക്കിന്റെ ആണെങ്കിൽ പോവണല്ലോ, ഓഫീസിൽ പോകണം, അതിന് കിടക്കാനൊന്നും ഒരു ഫീലിങ്സേ ഉണ്ടാവില്ല. വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പെട്ടെന്ന് പിന്നെ വർക്കൊക്കെ തീർക്കുക, പോവാന്നുള്ള ലക്ഷ്യമാണ്. അപ്പൊ നബില ഞാൻ മാം 2 ദിവസത്തിന് റെക്കോർഡ് ഓഫ് ചെയ്യട്ടെ, ഓക്കെ. ക്ലാസ് റെക്കോർഡ്.
ഓക്കെ, ഇതില് അപ്പൊ അത് സം നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നേരത്തെ എഴുന്നേൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. കാരണം ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ നമുക്ക് സന്തോഷം. ഇന്ന് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. ഇന്നലെ ഞാൻ എന്തൊക്കെ ഇന്നലെ ചെയ്തതിനേക്കാൾ ഒന്നുകൂടെ സ്ട്രോങ് ആയിട്ട്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്കിന്ന് ചെയ്യണം എന്നുള്ള ഒരു അപ്പൊ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക്. അപ്പൊ ആ രീതിയിൽ എല്ലാവരും നല്ലൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പുതിയ വർഷത്തെ സ്വീകരിക്കുക. വെറുതെ എഴുതി വെച്ചാൽ പോരാ, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയാ ഇതിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കാൻ തന്നെ തയ്യാറാവുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ജസ്റ്റ് എഴുതി വെച്ച് ആ ബുക്ക് അവിടെ പൂട്ടി വെച്ച് എന്റെ ഗോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ചെയ്യാതെ, ഗോൾ എഴുതി വെച്ചു, അതിന് എനിക്ക് എന്തൊക്കെ എന്റെ അടുത്തുള്ള കഴിവുകളുണ്ട്, ആരുടെ അടുത്തുനിന്നെല്ലാം എനിക്ക് ഹെൽപ്പ് വേണം, ഇതൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും, അതിനെ കുറിച്ചൊന്ന് ആലോചിച്ചിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു സമീഹ വെക്കാൻ എല്ലാവരും മാമാണ് ഹോസ്റ്റ്. സമീഹ മാം ഒന്ന് റെക്കോർഡ് ഓഫ് ചെയ്യോ? സമീഹ മാം ഓക്കെ. താങ്ക് യു. റെക്കോർഡ് ഒന്ന് ഓഫ് ചെയ്യ. കുറെ ആൾക്കാർ സംസാരിക്കാൻ തയ്യാറാവും. അവര് റെക്കോർഡ് ഉള്ളത് കൊണ്ടാണ് സംസാരിക്കുക.